ഇതൊരു വയർലെസ് മൈക്രോഫോണാണ്. നമുക്ക് നമ്മുടെ ഫോണിലൊക്കെ ഉള്ള എന്താണ് ഇൻബിൽഡ് മൈക്രോഫോണിനെ അപേക്ഷിച്ച് സറൗണ്ടിങ്സിലെ സൗണ്ടൊക്കെ കുറച്ച് നമ്മുടെ ഓഡിയോ ഒക്കെ ക്ലിയർ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മൈക്രോഫോണാണ്. ഇത് ഗ്രീൻ ആരോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മൈക്രോഫോണാണ്. ഇത് ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു മൈക്രോഫോണാണ്. ഇതിന് കുറച്ച് സ്പെഷ്യാലിറ്റീസ് കൊണ്ട് ഇത് ജസ്റ്റ് ഒരു പ്ലഗ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഇതിനോടൊപ്പം ഒരു രണ്ട് ട്രാൻസ്മിറ്ററും ഒരു റിസീവറും വരുന്നുണ്ട്. പിന്നെ എന്താണ് സി പോർട്ടാണ്, സി ടൈപ്പ് USB പോർട്ടായതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇപ്പോൾ വരുന്ന എല്ലാ ഫോണിലും ചാർജർ വെച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ 20 മീറ്റർ ആക്സസിബിൾ, 20 മീറ്റർ റേഞ്ച് ഉണ്ട്. പിന്നെ ക്ലിയർ, ഹൈലി സെൻസിറ്റീവ്, അങ്ങനെ കുറേ സ്പെഷ്യാലിറ്റി കൊടുത്തിട്ടുണ്ട്. സാധനം പക്ഷേ മെയ്ഡ് ഇൻ ചൈനയാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് ഇതിലുള്ളത്, ഇതെങ്ങനെയാണ്, വർത്താണോ. നമുക്കിത് ആമസോണിനും ഫ്ലിപ്കാർട്ടിനും ഏകദേശം 1500-1600 റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മൈക്രോഫോണാണ്. ഇതിന് 2 ഓപ്ഷനാണ് വരുന്നത്. ഒന്ന് ആൻഡ്രോയിഡ് വെർഷനുണ്ട്, പിന്നെ iOS-ന് ഉപയോഗിക്കുന്ന വെർഷനുണ്ട്. ഇതിപ്പോൾ ആൻഡ്രോയിഡ് വെർഷനാണ്. iOS-ന് ഉപയോഗിക്കുന്ന വെർഷനിൽ നമുക്കൊരു കേബിൾ, ഒരു കണക്ടറും കൂടെ അഡീഷണൽ വരുന്നുണ്ട്. പിന്നെ ഇത് നോക്കാം, ഓപ്പൺ ചെയ്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വാറണ്ടി കാർഡ് ഇരിക്കട്ടെ. നമ്മുടെ മൈക്രോഫോൺ ഒരു ബോക്സിലാണ് വരുന്നത്. അത് സി ടൈപ്പ് USB കുത്താനുള്ള സ്ഥലമുണ്ട്. ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇതെന്താണുള്ളത്? പിന്നെ ഒരു യൂസർ മാനുവലുണ്ട്. ഇതിന് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് കീ, റിസീവർ ഫോണിൻ്റെ അടിഭാഗത്ത് കുത്തുന്നതിനുള്ള സംഭവം. ഓക്കെ, പിന്നെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മൈക്രോഫോൺ അൺബോക്സ് ചെയ്ത് നോക്കാം. ഇപ്പോൾ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഒരു റിസീവർ, ഇത് ടൈപ്പ് C ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വരുന്ന എല്ലാ ഫോണുകളിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിനൊരു ചാർജിങ് പോർട്ടാണെന്ന് തോന്നുന്നു. ഒരു ടൈപ്പ് സിയിലൊരു പോർട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മൈക്രോഫോൺ വരുന്നുണ്ട്. ഇത് ചാർജ് ചെയ്ത് നമുക്ക് മൈക്രോഫോൺ ഇതിനകത്ത് വയ്ക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ചാർജ് ആവുന്ന ഫെസിലിറ്റി ഉള്ളതാണ്. ഓക്കെ, നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഓണാണ് ഓൾറെഡി. ഓക്കെ, ഇതൊന്ന് ഈ സ്വിച്ചിൽ 2 സെക്കൻഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓണാവുന്നുണ്ട്. നമുക്കിനി ഇത് ഒന്ന് ഫോണിൽ കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഗ്രീൻ ലൈറ്റായി. ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് 2 ഓപ്ഷൻ കൂടെ വരുന്നുണ്ട്. 3 സ്റ്റേജിലുള്ള നോയ്സ് ക്ലിയറൻസ് വരുന്നുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഈ സ്വിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഈ സ്വിച്ച് ഒരു തവണ നിൽക്കുമ്പോൾ ഈ പച്ച ലൈറ്റുകൾ ഒരു തവണ ബ്ലിങ്ക് ആവുകയും പിന്നെ ഫസ്റ്റ് ലെവൽ ഓഫ് വോയിസ് ക്യാൻസലേഷൻ വരുന്നതാണ്. രണ്ടാമത് തവണ ഒന്നുകൂടെ നിൽക്കുമ്പോൾ 2 തവണ ബ്ലിങ്ക് ആവുന്നതാണ്. അപ്പോൾ സെക്കൻഡ് ലെവൽ ഓഫ് വോയിസ് ക്യാൻസലേഷൻ ആക്റ്റീവ് ആവുന്നു. പിന്നെ മൂന്നാമതൊരു തവണ നിൽക്കുമ്പോൾ 3rd ലെവൽ ഓഫ് വോയിസ് ക്യാൻസലേഷൻ ആക്റ്റീവ് ആവുന്നതാണ്. അപ്പോൾ 3 തവണ പച്ച ലൈറ്റ് ബ്ലിങ്ക് ആവുന്നതാണ്. അപ്പോൾ കണക്ട് ചെയ്ത് നോക്കാം.
ഓക്കെ, ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ സൗണ്ട് കേൾക്കുന്നത് ഈ മൈക്രോഫോണിലൂടെയാണ്. അപ്പോൾ ഇത് നമ്മുടെ ചാനൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോകളൊന്നും ഇല്ലാതെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു ഐഡിയ ഒക്കെ വന്നതിൻ്റെ ഫലമായിട്ട് കുറച്ച് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഉള്ള പരിപാടികൾ നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു വയർലെസ് മൈക്രോഫോൺ ആവശ്യമായി വന്നു. അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ തുടർന്ന് നമ്മളെല്ലാ വീഡിയോകളിലും ഈ വീഡിയോകളിലും ഈ മൈക്രോഫോണിൽ നിന്നുള്ള എല്ലാ മൈക്രോഫോണിൽ നിന്നുള്ള സൗണ്ട് ആയിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. പിന്നെ ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ഒക്കെ വരും വീഡിയോ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മൈക്രോഫോൺ, ഗ്രീൻ ആരോ മൈക്രോഫോൺ. ഓക്കെ, താങ്ക് യു.